നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പി സുധീറിനെ മത്സരിപ്പിക്കരുതെന്ന് BJP പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ളവരെയാണ് പ്രാദേശിക നേതൃത്വം സജസ്റ്റ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി യോഗം 45 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികകൾ ചർച്ച ചെയ്തു എന്നാണ് വിവരം. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അലക്സ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. ഇതിൽ 45 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികകൾ ചർച്ച ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം. അതായത് ഭിന്നിച്ചുള്ള മണ്ഡലങ്ങളിലാണ് ചർച്ച നടന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാന സീറ്റുകളിൽ സർവേകൾ കൂടി പരിഗണിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതായത് നിലവിൽ BJPക്ക് വേണ്ടി മറ്റ് ഏജൻസികൾ സർവേ നടത്തുകയാണ്. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സർവേകൾ നടത്തുന്നത്. ഇന്നലെ ചേർന്ന കമ്മിറ്റിയിൽ മണ്ഡലം ജില്ലാ ഘടകങ്ങളിൽ നിന്ന് വന്ന പേരുകൾ കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ രാജീവ് ചന്ദ്രശേഖറിന് കെ സുരേന്ദ്രനും MT രമേശും മറുപടിയായി രംഗത്തെത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകരാണ് ഏറ്റവും വലിയ സർവേ എന്നാണ് കെ സുരേന്ദ്രനും MT രമേശും തിരിച്ചുവിച്ചത്. S സുരേഷും B ഗോപാലകൃഷ്ണനും മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റുകളിൽ തോറ്റതല്ലേ എന്നും നേതൃയോഗത്തിൽ മറുപടി ഉയർന്നു. ഇതിൽ പ്രധാനമായി ഉയർന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചാണ്. ആറ്റിങ്ങലിൽ P സുധീറിനെ വേണ്ടെന്ന് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം അറിയിച്ചത് ജില്ലാ ചുമതലയുള്ള കുമ്മനം രാജശേഖരനാണ്. തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, CPIM നിന്ന് വന്ന ആനി അശോകൻ, ആറ്റിങ്ങൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ബൈജു B എന്നീ പേരുകളാണ് പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ചതായി കുമ്മനം രാജശേഖരൻ ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തെ അറിയിച്ചു. പക്ഷെ അതിന് കേസ് വിഭാഗം തടയിടുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് എത്തിച്ചത് P സുധീർ ആണെന്നാണ് അവരുടെ അവകാശം. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.